ഗുഡ് മോർണിംഗ്. ഇത് ഇന്നലത്തെ രാത്രിയിലത്തെ വീഡിയോ ആണ്. ഞാനിങ്ങനെ അടുക്കളയിൽ ഫുഡാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് ചപ്പാത്തിയും പിന്നെ കിഴങ്ങ് കറിയും മത്തി വറുത്തതുമാണ് കഴിക്കാൻ. നല്ല നെയ്മത്തിയാകട്ടെ ഇവിടെ കിട്ടുന്നത്. ഞാൻ സത്യത്തിൽ കണ്ണൂർ വന്നതിന് ശേഷം ആകട്ടെ യഥാർത്ഥ മീനിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. കാരണം കോട്ടയത്ത് വെച്ച് നമുക്ക് കിട്ടുന്ന മീൻ 1-2 ആഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതലോ പഴക്കമുള്ള മീനായിരിക്കും കേട്ടോ. കാരണം ഇത്രയും ഫ്രഷ് മീൻ എന്തായാലും അവിടെ ഞാൻ ഇതുവരെ 28 വയസ്സ് വരെ ഞാൻ അവിടെ ജീവിച്ചു, ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അതാണ് സത്യം. അതുകൊണ്ട് ഇവിടെ വന്ന് നല്ല നെയ്മത്തി കിട്ടി. അപ്പോൾ 1/2 കിലോ വാങ്ങിച്ചായിരുന്നു. അത് വറുക്കുവാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കറിയായിട്ട് കിഴങ്ങ് കറി വെച്ചു ചപ്പാത്തിക്ക്. നല്ല തേങ്ങ അരച്ച മഞ്ഞക്കറിയില്ലേ, അതേപോലെയാണ് വെച്ചത്. നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴല്ലേ നമ്മൾ സ്ത്രീകൾക്ക് പലപ്പോഴും എന്താ പറയുക, നമ്മുടെ ചിന്തകളെല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നത്. ടെൻഷനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുന്നത് നമ്മളിങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് മനസ്സിന് അലട്ടുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ വാൽപ്പാറയിലെ ഇന്നത്തെ ദുരന്തമാണ് കേട്ടോ. അന്ന് വാർത്ത രാവിലെ വെച്ചപ്പോഴേ കാണുന്നത് ന്യൂസിൽ മൊത്തം വാൽപ്പാറ ദുരന്തത്തിനെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് അതാണ് ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ ചപ്പാത്തി ഇടുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സിനിമ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അവരുടെ അവസ്ഥ, അവർ വീണ് കഴിഞ്ഞപ്പോൾ അവരുടെ എന്തായിരിക്കും അവസ്ഥയെന്നോ എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന്, അവരുടെ വീട്ടുകാരുടെ അവസ്ഥ. നമുക്ക് ആ ദുഃഖത്തിൽ പങ്കുചേരാനല്ലേ പറ്റുള്ളല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളുടെ മനസ്സിന് എന്താ പറയുക, ഒരു മുറിവ് പോലെ അതിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരാൾ തേങ്ങാതീറ്റിയാണേ. എനിക്ക് ഫ്രിഡ്ജിൽ തേങ്ങ വെക്കാനേ പറ്റില്ല. ഇതുപോലെ കട്ട് വന്ന് തേങ്ങ എടുത്തുകൊണ്ട് പോയി തിന്നത് പകുതിയാക്കിയിട്ടുണ്ട്. പല്ല് പോകാത്തത് ഭാഗ്യം. പിന്നെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം കുടിക്കുക. എന്തൊരു ചൂടാല്ലേ അടുക്കളയിൽ, തീരെ നിൽക്കാൻ പറ്റുകയില്ല അടുപ്പിൻ്റെ അടുത്ത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ നാട് ഏതാണ്? എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യേ. ചൂടൊക്കെ ഉണ്ടോ അവിടെ?